ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഇതിനു മുൻപ് പല രാജാക്കന്മാരെയും നമ്മൾ കണ്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ വെറുക്കുന്നവരും ബിംബാരാധനയിലേക്ക് പോയ രാജാക്കന്മാരാണ് അവിടെ അധികം ഉണ്ടായിരുന്നത്. ഹെസ്സക്കിയായെ പോലെയൊക്കെ ചിലർ മാത്രം ദൈവികമായ വഴിയിൽ നടന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് ഇപ്പോൾ വർണ്ണമേൽക്കുന്ന ജോസിയ. അദ്ദേഹം കർത്താവിന് മുമ്പിൽ നീതിപൂർവം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൂർവ്വപിതാവായ ഹെസ്സക്കിയനെ പോലെ തന്നെ ദാവീദിൻ്റെ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം അവിടെ ശ്രമിക്കുകയാണ്. ദേവാലയത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഇതിൻ്റെ ചുമതലക്കാരെ അദ്ദേഹം ഏൽപ്പിച്ചിട്ട് ദേവാലയത്തിൽ വന്ന പണമൊക്കെ കളക്ട് ചെയ്ത് കണക്ക് ചോദിക്കാൻ ആവശ്യമില്ലാത്ത വിധം നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന ആൾക്കാരെ അതിൻ്റെ ചുമതല അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർ ദേവാലയത്തെ ശ്രദ്ധിക്കാതെ മറ്റ് പ്രതിഷ്ഠകളെ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി ബലിപീഠങ്ങൾ പണിയുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ സമാഗമന കൂടാരവും അതിൻ്റെ അല്ലെങ്കിൽ അതെല്ലാം അവർ അങ്ങ് മറന്നുപോയി. ദേവാലയം അതിനുള്ള സകലതും അവർ അങ്ങ് മറന്നുപോയി. അപ്പോൾ അതിന് ആവശ്യമായ എല്ലാ മെയിൻ്റനൻസ് നടത്തുവാനുള്ള ക്രമീകരണം ഈ ജോസിയ രാജാവിലൂടെ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ ആലയമാണല്ലോ. അദ്ദേഹം അതിനെ സ്നേഹിക്കുന്നു. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്യുക. 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു, യഹോവയുടെ നിയമഗ്രന്ഥം കണ്ടെടുത്തു എന്നാണ്. അത് വിശുദ്ധ സ്ഥലത്ത് ആ പേടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിപ്പോൾ കണ്ടെടുത്തു. ഇതിനു മുൻപ് ആരും അത് ശ്രദ്ധിക്കാതെ അതൊരു മൂലയ്ക്ക് മാറ്റിയിട്ടിരുന്നായിരിക്കണം. കാരണം മറ്റ് ദൈവങ്ങളുടെ പിന്നാലെയാണല്ലോ ഇവിടെ പിതാക്കന്മാരുടെ കാലത്ത് അവരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ജോസിയയുടെ കാലത്ത് ആ വിശുദ്ധ ഗ്രന്ഥം കണ്ടെടുക്കുകയാണ്. ഹിൽക്കിയ എന്ന് പറയുന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിലാണ് അത് കണ്ടെടുക്കാൻ സാധിച്ചത്. കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ജോസിയ പറഞ്ഞു അത് വായിക്കണം. അത് വായിച്ചു കേട്ടു. വായിച്ചു കേട്ടോ നമ്മൾ കാണുന്നത് അദ്ദേഹം വസ്ത്രം കീറി അദ്ദേഹം വിലപിക്കുകയും അദ്ദേഹം കരയുകയും ഒക്കെ ചെയ്യുന്നതായി അതീവമായ ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. കാരണം മോശയുടെ ന്യായപ്രമാണം ഇതുവരെ വായിച്ച് ജനത്തെ കേൾപ്പിക്കുകയോ അത് കേൾക്കാനുള്ള സംവിധാനം കഴിഞ്ഞ അനേക വർഷങ്ങളായി അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനം ഈ പാപം ചെയ്യാൻ കാരണമായി തീർന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ടാണ് അദ്ദേഹം അത് വായിച്ചപ്പോൾ കരയുകയും അനുദപിക്കുകയും ചെയ്യുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇനി എന്ത് ചെയ്യണമെന്ന്, ഇനിയും ഈ അവർ ചെയ്തു പോയ തെറ്റിന് എന്ത് ചെയ്യണമെന്നറിയാൻ അവരെ ഹുൽദ എന്ന് പറയുന്ന ഒരു പ്രവാചിയെ സമീപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവാചിക പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തിയുടെ ഫലം ഈ ദേശത്ത് ഉണ്ടാകും. അതിനുള്ളതായ നാശനഷ്ടങ്ങൾ ഈ ദേശത്ത് ഉണ്ടാകും. ദൈവം അതിനെ ശിക്ഷിക്കും. എന്നാൽ ജോസിയ രാജാവുള്ള കാലത്തോളം അത് സംഭവിക്കുകയില്ല. കാരണം അദ്ദേഹം സമാധാനത്തോടെ അദ്ദേഹം കബറടങ്ങും. കാരണം അദ്ദേഹം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന നീതിബോധമുള്ള ഒരു നല്ല രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ദോഷമൊന്നും സംഭവിക്കുകയില്ല. അതിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ പറഞ്ഞ പ്രവാചകി അവരെ അവിടെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ജോസിയ ദൈവസന്നിധിയിൽ ഇതൊക്കെ കേട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് ഇസ്രായേൽ ജനം, ഇത് കേട്ട ജനങ്ങളൊക്കെ ജോസിയായുടെ ആ വാക്കിൽ അവർ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ആ കാലത്ത് അവരോട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് പുതിയ നിയമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന വേദപുസ്തകം കയ്യിലെടുക്കുവാനോ വായിക്കുവാനോ കാണുവാനോ ഉള്ള ഭാഗ്യമൊന്നും അവർക്കാർക്ക് ലഭിച്ചിട്ടില്ല. ഞാനിതിനു മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ദേവാലയങ്ങളിൽ 1-2 കോപ്പി കാണും. അത് സുറിയാനിയിലോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ ഉണ്ടായതായ ഒരു ബൈബിളിൻ്റെ കോപ്പിയാണ്. അത് പുരോഹിതന്മാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുകയും അതിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നത് മാത്രം ജനം കേട്ടു പോവുകയാണ് ചെയ്യുന്നത്.
1806 ക്ലൗഡിയസ് ബുക്കാനൻ ആദ്യം വരുന്നതും ഇതിൻ്റെ ആദ്യം വിശുദ്ധ ബൈബിളിൻ്റെ ഒരു പരിഭാഷ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് നമുക്കറിയാം. പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരാണ് അതിന് പിന്നീട് അത് നേതൃത്വം നൽകിയെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കെല്ലാം വേദപുസ്തകം കാണാനും വായിക്കാനും ഒക്കെയുള്ള അവസരം നമുക്ക് സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സത്യമേതെന്നും അസത്യമേതെന്നും നീതി ഏതെന്നും അനീതി ഏതെന്നും ഒക്കെ വേദപുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, നമ്മളിന്ന് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ പുതുനിയമ കാലഘട്ടത്തിലാണ്. അപ്പോൾ പാപബോധം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുമുണ്ട്. അതിനെ നമ്മൾ ധിക്കരിച്ചുകൊണ്ട് പാപം ചെയ്താൽ പിന്നെ നമുക്ക് ക്ഷമ കിട്ടാൻ പ്രയാസമാണ്. കാരണം അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായി മാറുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിന് അനുസരണമായി നമ്മളെ തന്നെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരണം. പഴയ നിയമസഭയിൽ ഇതിനുള്ള സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കുറവുകൾ നമുക്ക് വരാതെ നമുക്ക് എങ്ങനെ നീതിപൂർവ്വം ജീവിക്കാമെന്ന് ഓരോരുത്തരും ചിന്തിക്കുവാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.